തെന്നിലാപുരം കുന്നേക്കാട്ട് ഭഗവതി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പൊന്നിൻ പൂവുത്സവം ആഘോഷിച്ചു. തെന്നിലാപുരം വേലയ്ക്ക് മുന്നോടിയായാണ് പൊന്നിൻ പൂവുത്സവം. 2 ദിവസങ്ങളിലായാണ് ആഘോഷം നടന്നത്. ബുധനാഴ്ച രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ, വിശേഷൽ പൂജകൾ എന്നിവ നടന്നു. തുടർന്ന് അന്നദാനമുണ്ടായി. വൈകിട്ട് മന്നുമുഴക്കൽ ചടങ്ങിന് ശേഷം ഇരുവിഭാഗത്തിൽ നിന്നും എഴുന്നള്ളത്ത് ഉത്സവ മന്നിലേക്ക് പുറപ്പെട്ടു. ശങ്കരവാദ്യം അരങ്ങേറി. രാത്രി പൊറാട്ട് നാടകം അരങ്ങേറി. വ്യാഴാഴ്ചക്കാലത്ത് ഉഷപൂജ, ഉച്ചയ്ക്ക് മന്നുമുഴക്കൽ, ചെണ്ടമേളം എന്നിവയും തുടർന്ന് ഇരട്ട തായമ്പകിയുമുണ്ടായി. ശേഷമാണ് പൊന്നുകെട്ടൽ ചടങ്ങ് നടന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ്, എത്രയോ നൂറ്റാണ്ടുകളായി ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് എഴുന്നള്ളത്തായി പോയി നമ്മുടെ കൂട്ടാലയത്തിൻ്റെ ഭഗവതിയുടെ മൂലസ്ഥാനമായ കൂട്ടാലയിൽ പോയി, കൂട്ടാലയിൽ നിന്ന് ചീറമ്പക്കാവ് വഴി ഗണപതി കോവിലിൻ്റെ അവിടെ വന്ന് അതിനുശേഷമാണ് അമ്പലത്തേക്ക് പ്രവേശിക്കുന്നത്. ആ അമ്പലത്തേക്ക് പ്രവേശിച്ച് നമ്മൾ പൊന്ന് അവിടെ ചാർത്തിയതിന് ശേഷം ഭഗവതിയുടെ അവിടെ കമ്മിറ്റിക്കാരുണ്ട്, അവർക്ക് ഈ പൊന്ന് കൈമാറിയതിന് ശേഷം ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മീനമാസത്തിലെ ആയില്യ നാളിൽ നടക്കുന്ന വേലിയുടെ കൂറയിലെ ചടങ്ങ് വിവിധ സമുദായ കമ്മിറ്റികളും ദേശ കമ്മിറ്റിയും ക്ഷേത്ര കമ്മിറ്റിയും കൂടെ അത് ചെയ്യും. അതിനുശേഷം ഇനി ഈ പറയുന്ന മീനമാസത്തിലെ ആയില്യ നാൾ വരെ ഇതിൻ്റെ ഉത്സവത്തിൻ്റെ ഒരു തിരശ്ശീലയാണ്. അതിനുശേഷം പത്താംകളം പാട്ടും മറ്റു കാര്യങ്ങളെല്ലാം ദേശ കമ്മിറ്റി നടത്തും. അത് നമുക്ക് ബാധകമല്ലെങ്കിലും അത് ദേശ കമ്മിറ്റിയാണ് പത്താംകളം പാട്ടും എല്ലാം നടത്തുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യമെന്ന് പറയുന്നത്. വൈകിട്ട് ചെണ്ടമേളത്തോടെ പൊന്നിൻപൂവ് വട്ടിയുമായി പുറപ്പെട്ടു. കൂട്ടാല, ചീർമ്പക്കാവ് പ്രസന്ന മഹാഗണപതി ക്ഷേത്രം വഴി കുന്നേക്കാട്ട് ക്ഷേത്രത്തിൽ എഴുന്നള്ളത്തെത്തി. പൊന്നിൻപൂവ് കാവുകയറിയ ശേഷം തെന്നിലാപുരം വേലയ്ക്ക് കൂറനാട്ടി. UTV ന്യൂസ്, പാലക്കാട്.